Hi children, welcome back to my channel Smart School Student. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022-23 ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് 7 സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. 15 minutes സ്കൂൾ ഓഫ് ടൈം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. 10 ആക്ടിവിറ്റി ആണുള്ളത്. ഏതെങ്കിലും 8 ആക്ടിവിറ്റിയുടെ ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ആക്ടിവിറ്റി. The third phase of national movement began with the arrival of Gandhiji. The period between 1919 and 1947 is known as Gandhian phase. അല്ലേ, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. നാഷണൽ മൂവ്മെൻറ്റ് തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്തത് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ്. അപ്പോൾ 1919ൻ്റെയും 1947ൻ്റെയും ആ പീരീഡ് ഇസ് നോൺ ആസ് ഗാന്ധിയൻ ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ബോക്സ് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചാമ്പർ സ്ട്രൈക്ക് ഫോർ ഇൻഡിഗോ ഫാമേഴ്സ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബ്രിട്ടീഷ്. ചാമ്പർ സ്ട്രൈക്ക് നടത്തി ഈ ഇൻഡിഗോ ഫാമേഴ്സിന് വേണ്ടിയിട്ട്, അല്ലേ, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ മറികടക്കാനായിട്ട് ഒരു ചാമ്പർ സ്ട്രൈക്ക് നടത്തി ആര്? ഗാന്ധിജി. വേജ് ഹൈക്ക് ഓഫ് കോട്ടൺ മിൽ ഓഫ് അഹമ്മദാബാദ്. ഈ വേജ് അവരുടെ ഇത് കൂട്ടണമെന്ന് പറഞ്ഞിട്ട് അഹമ്മദാബാദിലും ഒരു സ്ട്രൈക്ക് നടത്തി. ഗാന്ധിജി എസ്റ്റാബ്ലിഷ് ആശ്രം ഇൻ ഗുജറാത്ത് ഒരു ആശ്രമം ഉണ്ടാക്കി. ഖേദ സ്ട്രൈക്ക് ഡിമാൻഡിങ് ടാക്സ് റിഡക്ഷൻ, ടാക്സ് റെഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു ഖേദ സ്ട്രൈക്ക് ഉണ്ടാക്കി. ഇത്രയും ക്ലൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ എ. നെയിം ദ ആശ്രം ഫൗണ്ടഡ് ബൈ ഗാന്ധിജി ഇൻ അഹമ്മദാബാദ്, ഗുജറാത്ത്. എല്ലാവർക്കും അറിയാം, സബർമതി ആശ്രമമാണ്. ഇത് ഏത് ചാപ്റ്ററിലാണെന്ന് അറിയോ? 9th ചാപ്റ്ററിലാണ് കിടക്കുന്നത്. the ആൻസർ ഉണ്ടല്ലോ 9th ചാപ്റ്ററിലെ പേജ് നമ്പർ 102 കൊടുത്തിട്ടുണ്ട്. നോക്കിയേ ആ പാരഗ്രാഫ് നോക്കിയേ. ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ സബർമതി ആശ്രമം അറ്റ് അഹമ്മദാബാദ്. അപ്പോൾ അതിൻ്റെ ആൻസർ മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number B. Prepare a note on the strategies of Gandhiji early style of struggles in India. ഗാന്ധിജിയുടെ സ്ട്രാറ്റജി തന്ത്രങ്ങളാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഏർലി സ്ട്രഗിൾസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏർലി സ്റ്റേജുകളിൽ എന്തൊക്കെ തന്ത്രങ്ങളാണ് ഗാന്ധിജി പയറ്റിയതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസറിൻ്റെ ക്ലൂ ആണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഈ 4 പോയിന്റ് തന്നെ എടുത്തെഴുതിയാൽ മതി. പക്ഷെ നിങ്ങൾ എടുത്തെഴുതുമ്പോൾ ഇറ്റ് ഷുഡ് ബി എ സെൻറ്റൻസ്. ഇപ്പം നോക്കിയേ, ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ചാമ്പർ സ്ട്രൈക്കിനെ പറ്റിയാണ്. അത് ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതാം. പിന്നെ അടുത്തത് വേജ് ഹൈക്കിനെ പറ്റി എഴുതുക, ഗാന്ധിജിയുടെ സബർമതി ആശ്രമം എസ്റ്റാബ്ലിഷ് ചെയ്ത് എഴുതുക, ഖേദ സ്ട്രൈക്കിനെ പറ്റി എഴുതുക. ഇതൊക്കെ അവർ കൃത്യമായിട്ട് സെൻറ്റൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഇസ് കംപ്ലീറ്റ് ആൻഡ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഫുൾ മാർക്സ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ ഏതാ? പേജ് നമ്പർ 103 കിടക്കുന്നു. ഇത് മുതൽ അങ്ങോട്ട് എഴുതാം. ക്ലൂ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതിനൊരു സെൻറ്റൻസ് ആക്കി എഴുതാം. ദ ഫസ്റ്റ് സ്ട്രൈക്ക് ലെഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ വാസ് എ ചാമ്പറാൻ സത്യാഗ്രഹ ഇൻ 1917. It was against the exploitation of the indigo farmers of Chambaran in Bihar by the British planters. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞില്ലേ? അതാ സെക്കൻഡ് പോയിന്റ് നെക്സ്റ്റ് പാരഗ്രാഫിൽ കിടക്കുന്നു. In 1918 Gandhiji led under strike for the wage hike of cotton mill workers in Ahmedabad. It was the first hunger strike ever employed by Gandhiji in India. അപ്പോൾ ആ പോയിന്റും കഴിഞ്ഞു. അടുത്ത പോയിന്റ് ഇവിടെ കിടക്കുന്നത് the same year Kheda in Gujarat was struck by a natural calamity and there was an immense crop failure. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. The peasants of Kheda appealed to the British government for the tax relaxation. Appeal rejected ചെയ്തു by the authorities and Gandhiji എന്ത് ചെയ്തു? Called for a strike for non-payment of tax. ഈ പെർട്ടിക്കുലർ ക്ലൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാരഗ്രാഫ് നിങ്ങൾക്ക് എടുത്തെഴുതാം. സപ്പോസ് ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ആ ക്ലൂ തന്നിട്ടുള്ള ബോക്സ് ഉണ്ടല്ലോ, അത് തന്നെ അങ്ങ് എടുത്തെഴുതിയാൽ മതി. അതൊരു സെൻറ്റൻസ് ആക്കാം. ഗാന്ധിജി ലെഡ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ആ ലാസ്റ്റ് പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ സബർമതി ആശ്രമത്തിൻ്റെ, ആ കാര്യം കൂടി ഇവിടെ എഴുതണം കേട്ടോ. നമ്മൾ അതിന് തൊട്ട് മുമ്പിലുള്ള പേജിൽ ഹി ഡിവൈസ്ഡ് എ യുണീക്ക് മെത്തേഡ് ഓഫ് നോൺ വയലന്റ് resistance known as Satyagraha. He established the Sabarmati Ashram at Ahmedabad in Gujarat for the propagation of his ideas. അതും കൂടി എഴുതണം. അപ്പോൾ ആ second part of the question is complete. Let's move on to activity 2. The Indian Constitution envisages a parliamentary democratic system. Indian Constitution പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്.
Question number A, prepare a note on the parliamentary system of government, which is one of the features of Constitution of India. പാർലമെൻ്ററി സിസ്റ്റത്തിനെ പറ്റി ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഫീച്ചറാണല്ലോ അത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കിയാലോ. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 124 കൊടുത്തിട്ടുണ്ട്, ചാപ്റ്റർ 10. അപ്പോൾ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു ഫീച്ചറാണ് പാർലമെൻ്ററി സിസ്റ്റം. ഈ പാർലമെൻ്ററി സിസ്റ്റത്തിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ്റെ എക്സാക്ട് ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഫസൈസസ് പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം. വാട്ട് ഈസ് പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം? അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സോ യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ഫ്രം ഹിയർ. പീപ്പിൾ elect their representatives through universal other franchises to govern the country. The elected members function as a council of people's representatives. This council of representatives is known as the parliament. അപ്പോൾ എങ്ങനെയാണ് പാർലമെൻറ്റ് ഉണ്ടാകുന്നതെന്ന് പറയാം. The parliamentary system is a form of government formed by the elected representatives. Law-making is a major function of the parliament. Second question, who is known as the architect of Indian Constitution? The Constitution architect ആയിട്ട് അറിയപ്പെടുന്നത് ആര്? ഇതിൻ്റെ ആൻസർ ദ പേജ് നമ്പർ 121 കൊടുത്തിരിക്കുന്നത് Dr. B.R. Ambedkar is known as the architect of Indian Constitution. Let's move on to activity 3. The creative interactions of individuals bring about changes. Individual and society are complementary. ഓരോ ഇൻഡിവിജ്വലും സൊസൈറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എ, സോഷ്യലൈസേഷൻ ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്. സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ സോഷ്യലൈസേഷൻ? ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചാപ്റ്റർ 11 പേജ് നമ്പർ 137 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വാട്ട് ഈസ് സോഷ്യലൈസേഷൻ എഴുതാം. അപ്പോൾ എന്താണ് സോഷ്യലൈസേഷൻ? സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലേൺസ് ടു കൺഫോം ടു ദ നോംസ് ഓഫ് ദി സൊസൈറ്റി. അതെഴുതാം. സോഷ്യലൈസേഷൻ ഇസ് എ ലൈഫ് ലോങ് പ്രോസസ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതിനെ പറ്റി എഴുതാം, ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. എന്നിട്ട് ഇവിടെ മുതൽ എഴുതാം. സോഷ്യലൈസേഷൻ ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്. സെവറൽ ഏജൻസീസ് ഹെൽപ്പ് us in this process. They are family, peer groups, school, mass media. പിന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തന്നിട്ടുള്ളത് എക്സെട്ര എന്ന് പറഞ്ഞ് എഴുതാം. പോയിന്റ് എഴുതാം. ഫാമിലി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വി ലേൺ ഗുഡ് മാനേഴ്സ്. ഇത് എഴുതിയാൽ മതി. We learn good manners and habits from our parents. Hence, it can be said that family has the most important role in the process of socialization. പിന്നെ എങ്ങനെയാണ് peer group and friends help ചെയ്യുന്നത് എഴുതാം. While interacting with our friends or peer group, we learn a lot of things. Our participation in sports and games instills cooperative spirit and group consciousness. It enables us to accept both victory and to go ahead with motivation from it. Our friends play a major role in the formation of good manners and habits. In school എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? School help in socialization by training students to abide by the rules, imparting knowledge, in cultivating values, providing opportunities to interact with students having diverse social background, developing good habits. അത്ര എഴുതാം. Mass media എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് എഴുതാം. The mass media influence of views, attitudes and way of life. They help to unite people from different parts of the world into a single society. ഇത്രയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. Question number B. We learn good manners and habits from our family. What are the other qualities that we internalize from families? അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസറും ആ നേരത്തെ കൊടുത്ത ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഫാമിലി. We learn discipline, punctuality, respect and love for elders. പിന്നെ മെയിൻ പോയിന്റ് ആയിട്ട് പിന്നെ എഴുതേണ്ടത് it is from the family that we learn to discriminate between good and evil and right and wrong. ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് നമ്മൾ പഠിക്കുന്നതും ഫാമിലിയിൽ നിന്നാണ്. ഇതാണ് എൻ്റെ ആൻസർ. Let's move on to next activity, activity 4. Certain human activities adversely affect the climate. അല്ലേ, നമുക്ക് ക്ലൈമറ്റിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ചില ആക്ടിവിറ്റീസ്. ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇറ്റ്സ് എ കളർഫുൾ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ പോസ്റ്റർ ഡിസൈനിങ്. The following pictures indicate certain sources of gases causing the increase in atmospheric temperature. ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ദ ഫാക്ടറിയിൽ നിന്ന് പുകകൾ വരുന്നു, certain gases വരുന്നു. Then
വണ്ടികൾ ഓടുന്നു, അതിൽ നിന്നും certain gases വരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എ, ക്ലൈമറ്റ് ചേഞ്ചസ് ത്രെറ്റൻസ് ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ക്ലൈമറ്റ് ചേഞ്ചസ് നമ്മുടെ എർത്തിൽ സർവൈവലിന് നമുക്കൊരു ഭീഷണിയാണ്. ദ ഫ്രജൈൽ ബാലൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഷുഡ് ബി കൺസർവ് സോ ദാറ്റ് ഹ്യൂമാനിറ്റി ഡസ് നോട്ട് സഫർ ഓൺ ദിസ് ഫേറ്റ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബാലൻസിൽ നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിനെ നമ്മൾ ചെയ്യണം? കൺസേർവ് ചെയ്യണം. കാരണം എന്താ, അടുത്ത വരുന്ന ഹ്യൂമാനിറ്റി മനുഷ്യർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവരുത്. പ്രിപ്പയർ എ പോസ്റ്റർ ടു മേക്ക് ദ പബ്ലിക് അവെയർ അബൌട്ട് ദിസ്. പബ്ലിക്കിനെ, അതായത് മറ്റുള്ളവരെ അവെയർനെസ് കൊടുക്കാനായിട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആൻസർ നോക്കാം. ഒരു സാമ്പിൾ പോസ്റ്ററാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ഹെഡിങ് വേണം. അപ്പോൾ ഇവിടെ സേവ് എൻവയോൺമെൻറ്റ്, സേവ് ഹ്യൂമൻ എന്നാണ്. പിന്നെ ഒരു പിക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ഒരു സൈഡിൽ ബ്ലാക്ക്, ആ ഒരു എർത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ട് ഒരു സൈഡിൽ ബിൽഡിങ്സിൽ നിന്ന് പുക വരുന്നതും, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചറിൽ തന്നിട്ടുള്ളത് പോലെ ഒരു സൈഡിൽ വണ്ടികളും വരയ്ക്കാം, അതിൽ നിന്നും പുക വരുന്നതും വരയ്ക്കാം. മറ്റേ സൈഡിൽ ഗ്രീനറീസ് ആണ് വരച്ചിരിക്കുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 5. അപ്പോൾ വായിച്ചു നോക്കാം. The non-cooperative movement was a mass protest conducted by the Indian National Congress under the leadership of Gandhi. അല്ലേ, non-cooperation movement എന്ന് പറയുന്നത് വലിയ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. The non-cooperation movement was carried out at 2 levels. 2 ലെവലിലാണ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം, boycott movements and constructive programs. Find out the agitation strategies of non-cooperative movement and complete the table. Boycott movements, constructive programs, പിന്നെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ബോയ്ക്കോട്ടിങ് കോട്ട്സ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ ചാപ്റ്റർ 9 106 പേജ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. ദ നോൺ കോപ്പറേറ്റീവ് അജിറ്റേഷൻ സ്ട്രാറ്റജീസ് 2 കോളായിട്ട് കൊടുത്താണ്, ബോയ്ക്കോട്ട് ആൻഡ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില പോയിൻറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. യു ഹാവ് ടു ഫിൽ ദ റെസ്റ്റ്. ഇതുപോലെ തന്നെ ഒരു ടേബിൾ പോലെ വരച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇവിടെ നോക്കി ബോയ്ക്കോട്ട് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കി. ബോയ്ക്കോട്ടിങ് ഫോറിൻ ക്ലോത്ത്സ്, നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, റിസൈനിങ് ജോബ്സ് ആൻഡ് റിനൗൺസിങ് ഓണേഴ്സ്, ബോയ്ക്കോട്ടിങ് കോട്ട്സ്. ഇനി കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നോക്കിയാൽ ഹിന്ദു മുസ്ലിം യൂണിറ്റി, popularization of Khadi, eradication of untouchability, establishment of national schools. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എ കഴിഞ്ഞു. Now let's move on to question number B. Write down the year in which Indian National Congress approved the non-cooperative cooperation movement. Indian National Congress non-cooperation movement അപ്രൂവ് ചെയ്ത ഇയറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്രൂവ് ചെയ്തത് എന്നാണ് അപ്രൂവ് ചെയ്തത്? in 1920 that approved the non-cooperative movement. Question number C. Which incident made Gandhi to call off the non-cooperative movement? എന്തുകൊണ്ട് ഈ non-cooperative movement നിർത്തിവെക്കാനുള്ള കാരണം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിനെ അതിനെ പ്രേരിപ്പിച്ച സംഭവം. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 108 കിടക്കുന്നുണ്ട്. ഏതാ ഇൻസിഡൻ്റാണ് അതിനെ പ്രേരിപ്പിച്ചത്? നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വേണ്ടാന്ന് വയ്ക്കാൻ. അത് ചൗരി ചൗര ഇൻസിഡൻ്റാണ് അതിനെ പ്രേരിപ്പിച്ചത്. കാരണം ഇതാണ്, ചൗരി ചൗര ഇൻസിഡൻറ്റിൽ എന്താണ് സംഭവിച്ചത്? പോലീസ് സ്റ്റേഷൻ അവർ കത്തിച്ചു, ഫാമേഴ്സ് കൂടിയിട്ട്, വിച്ച് റിസൾട്ടഡ് ഇൻ ദി ഡെത്ത് ഓഫ് 22 പോലീസ്മാൻ. പോലീസുകാർ മരിച്ചു. അപ്പോൾ അത് ഗാന്ധിജിയുടെ ആ നയത്തിന് ചേർന്നതല്ലായിരുന്നു, നോൺ വയലൻസിന് ചേർന്നതല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആൻസർ ചെയ്ത് ചൗരി ചൗര ഇൻസിഡൻറ്റ് വാസ് മെയ്ഡ് ഗാന്ധിജി ടു കോൾ ഓഫ് ദ നോൺ കോപ്പറേറ്റീവ് movement completely as the incident violated the principles of non-violent resistance. Now let's move on to activity 6. It has unique and diverse physiography, climate, soil types, natural vegetation and animal life. അല്ലേ, ഇന്ത്യക്ക് അതിൻ്റേതായ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റും സോയിലും നാച്ചുറൽ സസ്യജാലങ്ങൾ വളരുന്നതിലും ആനിമൽ ലൈഫിലൊക്കെ വളരെ ഡിഫറൻസ് ഉണ്ട്. Complete the table identifying the natural vegetation suitable to animal life from the given box. ആനിമൽസിന് പറ്റിയ വളരാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
First one, peacock, you all know. Penguin, lion-tail macaque, it's a type of monkey. Nilgiri tar, adoru type of ഒരു ഗോട്ടാണ്. ക്യാമൽ, കങ്കാരു, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ എവിടെയാണ് ഇതൊക്കെ വളരുന്നതെന്ന്. ക്വസ്റ്റ്യൻ നോക്കാം. നാച്ചുറൽ വെജിറ്റേഷൻ, ആനിമൽ ലൈഫ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ വളരുന്നത് ഏതായിരിക്കും? ഡെക്യൂഡസ് ഫോറസ്റ്റിൽ, ട്രോപ്പിക്കൽ തോൺസ് ആൻഡ് ഷ്രബ്സിൻ്റെ ഇടയിൽ, മൗണ്ടൻ ഫോറസ്റ്റിൽ. അപ്പം നമുക്ക് നോക്കാം ആൻസർ. ഇതെല്ലാം ആൻസർ പേജ് നമ്പർ 160 മുതൽ കൊടുത്തിട്ടുണ്ട്. ഡെസിഡിയസ് ഫോറസ്റ്റിൽ താമസിക്കുന്നത് ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഏത് ആനിമൽസ് ചോദിച്ചാലും ആൻസർ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡിയർ, ഹെയർ, പീകോക്ക്, ഹോൺബിൽ, several species of birds, Indian gaur, elephant, tiger, leopard. ഇതൊക്കെ ഡെസിഡിയസ് ഫോറസ്റ്റിലാണ് ഉണ്ടാവുന്നത്. ഇനി ട്രോപ്പിക്കൽ തോൺ ആൻഡ് ഷ്രബ്സ് എന്നുള്ള സ്ഥലത്ത് ഉണ്ടാവുന്നത് ഏതൊക്കെയാണ്? ക്യാമൽ, വൾച്ചർ, ഈഗിൾ ആൻഡ് സെവറൽ റെപ്റ്റൈൽസ് ഇൻഹാബിറ്റ് ദിസ് ഡ്രൈ റീജിയൻ. ക്യാമലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ആൻസർ ട്രോപ്പിക്കൽ തോൺ ആൻഡ് ഷ്രബ്സിൽ ക്യാമൽ. ഇനി മൗണ്ടൻ ഫോറസ്റ്റിലോ ഏതാണ് വളരുന്നത്? മൗണ്ടൻ ഫോറസ്റ്റിലുള്ളത് നമുക്ക് മസ്ക് ഡിയർ, സ്നോ ലെപ്പേർഡ് ആൻഡ് ഹിമാലയൻ ടാർ. ഹിമാലയൻ ടാർ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് മൗണ്ടൻ ഫോറസ്റ്റിലാണ് കൂടുതൽ ഉണ്ടാവുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിലാണ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ അതെവിടെ കൊടുത്തിട്ടുണ്ട്? ലയൺ ടെയിൽഡ് മെക്കാക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്നേക്സ്, വെറൈറ്റി ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസ്. അതൊക്കെ കാണുന്നത് ഈ ഫോറസ്റ്റിലാണ്. സോ ദ ലയൺ ടെയിൽഡ് മെക്കാക്ക് ഈസ് found in tropical evergreen forest. അപ്പോൾ tropical evergreen forest, lion-tailed macaque, deciduous forest, peacock, tropical thorns and shrubs, camel, mountain forest, Nilgiri tar. Question number B. Features of natural vegetation are given below. Find it out. Grows in saline oil, resist erosion along the river banks and coastal zones, shelving, natural habitat of the Bengal tiger. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇത് പേജ് നമ്പർ 163 കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ സവിശേഷതകളും ഉള്ള ഒരേ ഒരു സംഭവമേ ഉള്ളൂ. എന്താണത്? മാംഗ്രൂവ് ഫോറസ്റ്റ്. ഇപ്പോൾ നമുക്ക് നോക്കാം. These are peculiar plant species that grow in saline soil. The mangrove forests protect the river banks and coastal zones from shelving. ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആർ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ബംഗാൾ ടൈഗർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ ആൻസർ ഈസ് മാംഗ്രൂവ് ഫോറസ്റ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. Constitution is an authentic document containing the basic ideas, principles and laws of a country. അല്ലെ, ഭരണഘടന എന്ന് പറയുന്നത് ഒത്തൻറ്റിക് ഡോക്യുമെൻ്റ് ആണ്. Prepare a note on Indian Constitution including the various stages of its formation. ഇന്ത്യൻ ഭരണഘടനയെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ വേരിയസ് സ്റ്റേജസ്. നിങ്ങൾ ആൻസർ എന്തെഴുതണം? ഇവിടെ നിന്ന് മുതൽ എഴുതണം കേട്ടോ. Constitution is an authentic document containing the basic ideas, principles and laws of a country. The laws governing a country originate from its constitution. Every country is ruled on the basis of constitution. അത്ര എഴുതാം. പിന്നെ നമുക്ക് എഴുതാം, our constitution is a reflection of the ideas and concepts that came up in the debates and discussions all over India during the freedom struggle. പിന്നെ അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ സ്റ്റേജസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പാരാഗ്രാഫ് നമുക്ക് എഴുതാം. It took 2 years, 11 months and 17 days to form the Indian Constitution. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വി നീഡ് ടു റൈറ്റ് ദ സ്റ്റേജസ്. ദ ഫ്രെയിമിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് വിത്ത് ദ formation of the Constituent Assembly. The first meeting of the Assembly was on 9th December 1946. Dr. Sachidananda Sinha was acting chairman. Later, Dr. Rajendra Prasad was elected as the chairman of the Constituent Assembly. പിന്നെ എഴുതേണ്ടത്, the committee headed by Dr. Ambedkar prepared a draft of the Constitution.
It was done based on the reports submitted by different committees. After detailed discussions and debates, the Constituent Assembly approved the Constitution on 26 November 1949. This day was observed as the Constitution Day. However, the Indian Constitution officially came into force on 26 January 1950. Question B. Who was the acting chairman of the Constituent Assembly of India? ഇതിൻ്റെ ആൻസർ ചാപ്റ്റർ നമ്പർ 10 അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പേജ് നമ്പർ 121 തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ദ ആൻസർ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ഇറ്റ്സ് ആക്ടിംഗ് ചെയർമാൻ. എന്തിൻ്റെ? ഫ്രെയിമിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി 8. Numerous social reform movements came up against the caste system, discrimination and exploitation. അല്ലേ, നമുക്കറിയാം ഒത്തിരി മൂവ്മെൻറ്റ്സ് വന്നു ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനൊക്കെ എതിരായിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ A. The major social activities and movements of some social reformers who fought against the caste system, discrimination and exploitation are given below. Complete the table. Social റിഫോമേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ, ഈ ഡിസ്ക്രിമിനേഷനൊക്കെ ഫൈറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫില്ല് ചെയ്ത് എഴുതണം. നല്ലത് ഇതുപോലെ തന്നെ ഒരു ടേബിളായിട്ട് വരയ്ക്കുക. സോഷ്യൽ റിഫോമേഴ്സ്, മൂവ്മെൻറ്റ്സ് ഓഫ് മേജർ ആക്ടിവിറ്റീസ് അങ്ങനെ കൃത്യമായിട്ട് എഴുതാം. അപ്പോൾ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ട് തൊട്ടടുത്ത് ഓർഗനൈസ്ഡ് ഇൻ്റർ ഡൈനിങ്, സമപന്തി ഭോജനം. അത് ആരാണ് ചെയ്യുന്നതാണ്? സോഷ്യൽ റിഫോമറുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത് ഫുൾ ആൻസർ തന്നിട്ടുണ്ട്. ചട്ടമ്പി, അതാണ് സാമ്പിളാണിത്. ചട്ടമ്പി സ്വാമികൾ ഒപ്പോസ്ഡ് ദ ബ്രാഹ്മണിക് ഡോമിനേഷൻ. തേർഡ് വൺ കൊടുത്തിട്ടില്ല. പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയലിസം വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ മാൻ. അത് പറഞ്ഞത് ആരാണെന്നാണ്. ഖണ്ഡകൈ കുഞ്ഞക്കമ്മ എന്താണ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻ്റർ ഡൈനിങ് ആയിരുന്നു. ഇതാ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വൈകുണ്ഠ സ്വാമികളുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹി ഓൾസോ ബിഗാൻ ദ പ്രാക്ടീസ് ഓഫ് ഇൻ്റർ ഡൈനിങ്. ആരാണ് അത് ചെയ്തത്? വൈകുണ്ഠ സ്വാമികൾ. 8ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 92 കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ മാൻ. അത് പറഞ്ഞ റിഫോമർ ആരാണെന്നാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ആൻഡ് യു നോ ഇറ്റ് ഈസ് ശ്രീനാരായണ ഗുരു ആൻഡ് ഇറ്റ് ഈസ് ദെയർ ഇൻ പേജ് നമ്പർ 93. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കണ്ടകൈ കുഞ്ഞക്കമ്മ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്നാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 98. ബേച്ചിൽ പുല്ല് റിവോൾട്ടാണ് നയിച്ചത്. റിവോൾട്ട് ലെഡ് ബൈ കണ്ടകൈ കുഞ്ഞക്കമ്മ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഫുള്ളായിട്ട് സോഷ്യൽ റിഫോമേഴ്സ്. ഫസ്റ്റ് വൺ വൈകുണ്ഠ സ്വാമികൾ, ഓർഗനൈസ്ഡ് ഇൻ്റർ ഡൈനിങ്. ചട്ടമ്പി സ്വാമികൾ ഒപ്പോസ്ഡ് ദ ബ്രാഹ്മണിക് ഡോമിനേഷൻ. ശ്രീനാരായണ ഗുരു പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയലിസം വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ മാൻ. കണ്ടകൈ കുഞ്ഞക്കമ്മ, മേച്ചിൽ പുല്ല് റിവോൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടി. ക്വസ്റ്റ്യൻ നമ്പർ B. What are the visions of Vaikom Abdul Qadir Maulavi who strived for the social reforms in Kerala? Prepare a note on it. എന്തൊക്കെയായിരുന്നു വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വിഷൻസ്? അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമറാണ്. വിഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 96 കൊടുത്തിട്ടുണ്ട്. വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വിഷൻസ് എന്തൊക്കെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ഹി fought against superstitions, promoted English education, nurtured women education, promoted education that gave importance to science and arts. He created awareness among organizations to spread education. ഇത്ര എഴുതിയാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. So let's move on to activity 9, the second last activity. With the discovery of sea route to India, the Portuguese, the Dutch, the English and French reached India for the purpose of trade.
അപ്പോൾ സീ റൂട്ട് കണ്ടുപിടിച്ചതോടുകൂടി ഇന്ത്യയിലേക്ക് വന്നത് ഇവരെല്ലാം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാവരും വന്നത്, ഫ്രഞ്ചുകാരും വന്നത് ട്രേഡിന് വേണ്ടിയിട്ടാണ്, കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. Question number A. The Portuguese who came to India for trade were known by which name? ട്രേഡിന് വന്ന പോർച്ചുഗീസുകാരെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പാർട്ട് 1 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 2nd ചാപ്റ്ററിലാണ് കിടക്കുന്നത് കേട്ടോ. പേജ് നമ്പർ ഇസ് 18. ഇത് കൃത്യമായിട്ട് പറയുന്നു, the Portuguese were also known as പറങ്കീസ്. അതാണ് അതിൻ്റെ ആൻസർ. പറങ്കീസ് എന്നാണ് അവർ വിളിച്ചിരുന്ന പേര്. Question number B. What changes did India's trade relations with the Portuguese bring out in our economic and cultural spheres? Prepare a note on it. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ പോർച്ചുഗീസുകാർ വന്നപ്പോൾ നമ്മുടെ ട്രേഡ് റിലേഷൻസിൽ ഉണ്ടായത്? ആ ട്രേഡ് റിലേഷൻസിൽ എക്കണോമിക്കലും കൾച്ചറലായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് അതിൻ്റെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസറും ആ സെയിം പേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് മുതൽ agricultural crops like pineapple, guava, papaya, red chili, cashew, tobacco, etc. That are found in Kerala now were introduced by Portuguese. The widespread use of printing machine and the development of art form Chavittu Nadagam were some of the impacts of Indo-Portuguese relationship. Now let's move on to last activity, activity 10. The Turks conquered Constantinople, but resulted in the fall of the old Eastern Roman Empire which exists for centuries. കോൺസ്റ്റാന്റിനിപ്പോൾ ടർക്സ് കീഴടക്കിയപ്പോൾ റോമൻ സാമ്രാജ്യം, പഴയ റോമൻ സാമ്രാജ്യമാണ് അതങ്ങ് തകർന്നു പോയത്. സെഞ്ചുറീസായിട്ട് നിലനിന്നിരുന്ന സാമ്രാജ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. വാട്ട് were the features of Constantinople? എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ് എന്നാണ്. 3 ഫീച്ചേഴ്സാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് ഫീച്ചർ തന്നിട്ടുണ്ട്, ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 8 ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, സെൻറ്റർ ഓഫ് നോളജ്, abode of scholars and a treasure trove of scholarly text. പിന്നെ ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് രണ്ടാണ് ഇതിൻ്റെ ആൻസർ. Second question B. In 1453, large number of people fled from Constantinople to Italy. What might be the reason? കുറേ ആൾക്കാർ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് അവിടേക്ക് പോയി? എന്തുകൊണ്ടാണ് കാരണം? ഫസ്റ്റ് കാര്യം തന്നിട്ടുണ്ട്, the Turks conquered Constantinople in 1453. ടർക്സ് കോൺക്കർ ചെയ്തു അത് 1453. ബാക്കി എന്തുകൊണ്ടാണ് ഇറ്റലിക്ക് പോയെന്നുള്ളതിൻ്റെ 2 പോയിന്റുകളാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അത് പേജ് നമ്പർ 9 കൊടുത്തിട്ടുണ്ട്. ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് upheld the rich Greco-Roman tradition. പിന്നെ ഒരു പോയിന്റ് കൂടി എഴുതണം. The rich Italian traders were the patrons of art, literature and culture. 2 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആയിട്ടോ. And the last question, question number C. What is the present name of Constantinople? അത് പേജ് നമ്പർ 8 തന്നെ കൊടുത്തിരിക്കുന്നു. നോക്ക്, കോൺസ്റ്റാന്റിനോപ്പിൾ, the present name is ഇസ്താൻബുൾ എന്നാണ് പ്രസൻറ്റ് പേര്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. കീപ് വാച്ചിങ് സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. താങ്ക് യു ചിൽഡ്രൻ ഫോർ വാച്ചിങ്.